മഹാവിഷ്ണുവിന് തന്റെ ഭക്തയിൽ നിന്നും ലഭിച്ച ശാപത്തിന്റെ കഥയറിയാമോ? അസുരരാജാവായ കാലനേമിയുടെ പുത്രിയാണ് വൃന്ദ. അവൾ മഹാവിഷ്ണുവിന്റെ വലിയൊരു ഭക്ത കൂടിയായിരുന്നു. മഹാദേവന്റെ തൃക്കണ്ണിലെ ക്രോധാഗ്നിയിൽ നിന്നും ജന്മമെടുത്ത ജലന്ധരനായിരുന്നു അവളുടെ പതി. ഒരിക്കൽ അതിശക്തനായ ജലന്ധരൻ ദേവന്മാരെ ആക്രമിച്ച് സ്വർഗം കീഴടക്കാൻ തീരുമാനിച്ചു. ദേവന്മാർ പല ആയുധങ്ങൾ ഉപയോഗിച്ചെങ്കിലും അവർക്കെല്ലാം ജലന്ധരനു മുന്നിൽ തോറ്റോടേണ്ടി വന്നു. ശിവാംശമായതുകൊണ്ട് മാത്രമല്ല ദേവന്മാർ ജലന്ധരനു മുന്നിൽ തോറ്റത്. അവന്റെ ശക്തിയുടെ യഥാർത്ഥ രഹസ്യം വൃന്ദയായിരുന്നു. വൃന്ദയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാണ് അവനെ അജയനാക്കി മാറ്റിയത്. ജലന്ധരനോട് തോറ്റോടിയ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ മുന്നിൽ അഭയം പ്രാപിച്ചു. ശിവാംശമായതിനാൽ ജലന്ധരനെ വധിക്കാൻ മഹാദേവന് മാത്രമേ കഴിയുമായിരുന്നു. ജലന്ധരന്റെ വിജയത്തിനു വേണ്ടി വൃന്ദ ജലന്ധരനോടൊപ്പം മഹാവിഷ്ണുവിനെ പൂജ ചെയ്യാൻ തീരുമാനിച്ചു. ഈ പൂജയിൽ ജലന്ധരന്റെ സ്ഥാനത്ത് വേഷം മാറി വന്ന മഹാവിഷ്ണുവാണ് ഇരുന്നത്. തന്റെ ആരാധ്യനാൽ താൻ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വൃന്ദ വളരെയധികം ദുഃഖിതയായി. അവൾ തന്റെ ആരാധ്യനെ ശപിച്ചു. എപ്രകാരമാണോ വൃന്ദ കബളിക്കപ്പെട്ടത് അപ്രകാരം തന്നെ മഹാവിഷ്ണുവിന്റെ പത്നിയെയും ആരെങ്കിലും കബളിപ്പിക്കും. ശേഷം വൃന്ദ സ്വയം ആത്മഹൂതി ചെയ്തു. തന്റെ പ്രിയ ഭക്തിയെ കബളിപ്പിക്കേണ്ടി വന്ന ദുഃഖത്തിൽ മഹാവിഷ്ണു ആ ശാപം ശിരസാൽ വഹിച്ചു. പിന്നീട് തന്റെ ഭക്തയ്ക്ക് ഒരു വരദാനവും നൽകി. ആത്മഹൂതി ചെയ്ത വൃന്ദയുടെ ചാരത്തിൽ നിന്നും ഒരു ചെടി ഉയർന്നു വന്നു. ആ ചെടിയാണ് തുളസിച്ചെടി. ആ തുളസിച്ചെടിയാണ് മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു.